ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് 4 ഇയർ UG, അതായത് 2024 നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ടുള്ള 4 ഇയർ UGയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മേജർ പേപ്പറാണ്. കോമേഴ്സിൻ്റെ മേജർ പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട്സ് 4 ചാപ്റ്റേഴ്സാണ് മെയിനായിട്ട്. ഒന്ന് ഓപ്പൺ എൻഡഡ് മോഡ്യൂളാണ്. അപ്പോൾ അതിൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് മെയിനായിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഒരുപാട് കണക്കുകൾ ഇതിൽ ചെയ്യാണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് വരുന്ന കാര്യങ്ങൾ തിയറി ആസ് വെൽ ആസ് പ്രോബ്ലം രണ്ടും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിലല്ല, 2 3 അല്ലെങ്കിൽ 4, മാക്സിമം പോയ 4 വീഡിയോസിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങളടുത്ത് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് യു മീൻ ബൈ എ ബ്രാഞ്ച്? എ ബ്രാഞ്ച് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓർ സബ് ഡിവിഷൻ ഓഫ് എ ലാർജ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷൻ ആയിട്ടാണ് ബ്രാഞ്ചിനെ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഷോപ്സ് ഫങ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹെഡ് ഓഫീസ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതിന് പല ബ്രാഞ്ചുകളായിട്ട്. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസ് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് എന്താണ് അതേ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ബ്രാഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ് നോക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിഫൈൻ എ ബ്രാഞ്ചാണ്. എന്താണ് ഒരു ബ്രാഞ്ച് എന്നുള്ളതാണ്. ഇൻ ദ വേർഡ് ഓഫ് LC ക്രോപ്പർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹമാണ് ഇതിന് എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുക. പേര് മറക്കരുത്, ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതന്നെ എഴുതാം. എ ബ്രാഞ്ച് ഈസ് നത്തിങ് ബട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്റ്റഡ് അറ്റ് എ ഡിഫറെൻറ്റ് പ്ലേസ്. അതായത് ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും, പല ഭാഗങ്ങളായിട്ട്. അതേപോലെ ഒരു ഭാഗം തന്നെയാണ് ബ്രാഞ്ച്, പക്ഷേ ഒരു ഡിസ്റ്റൻറ്റ് പ്ലേസിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മീനിങ് ഓഫ് ഹെഡ് ഓഫീസാണ്. എന്താണ് ഹെഡ് ഓഫീസ് എന്ന് വെച്ചാൽ? ഹെഡ് ഓഫീസ് ഇസ് ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഹെഡ് ഓഫീസ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ആണ്. ഓർ ദ പാരൻ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുക ഹെഡ് ഓഫീസിലാണ്. അപ്പോൾ എല്ലാ തീരുമാനങ്ങളും അതിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻസ് വിൽ ബി ടേക്കൺ അറ്റ് ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചസിലല്ല അൾട്ടിമേറ്റ് ആയ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസ് ഇസ് ദ പ്രിൻസിപ്പൽ പ്ലേസ്. പ്രിൻസിപ്പൽ പ്ലേസ് മീൻസ് ദ പ്ലേസ് വെയർ അൾട്ടിമേറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ. ഓർ ദ പാരൻ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഈ എല്ലാ ബ്രാഞ്ചിൻ്റെയും പാരൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഹെഡ് ഓഫീസ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് ബ്രാഞ്ചസ്. അപ്പോൾ ഹെഡ് ഓഫീസാണ് ബ്രാഞ്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. പ്രൊവൈഡ് ഡയറക്ഷൻസ് ആൻഡ് കൺട്രോൾസ് ദെയർ ഓപ്പറേഷൻ. ഡയറക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് എ ബ്രാഞ്ച് ആണ്. എന്തൊക്കെയാണ് ഒരു ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ്? ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബ്രാഞ്ച് ആർ ആസ് ഫോളോസ്. അപ്പോൾ താഴെ പറയുന്നതൊക്കെയാണ് ബ്രാഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, ബ്രാഞ്ച് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഞ്ച് വഴി വരുന്ന എന്ത് കുറ്റങ്ങളും ലീഗലി ആരും അതിന് ബാധ്യതയുണ്ട്, ഹെഡ് ഓഫീസിനും ബാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് പ്രോഫിറ്റ് സെൻറ്റർ. അപ്പോൾ ഈ പല ബ്രാഞ്ചുകളുണ്ടാവും. ചിലത് നഷ്ടത്തിൽ ഓടുന്ന ബ്രാഞ്ചായിരിക്കും, അപ്പോൾ നമ്മൾ അടച്ചുപൂട്ടും. ചിലത് പ്രോഫിറ്റബിൾ ആയിരിക്കും. സോ ഈച്ച് ബ്രാഞ്ച് ഇസ് എ സെപ്പറേറ്റ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ്. ഇറ്റ്സ് ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ആരാ ഹെഡ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് കൺട്രോൾ ചെയ്യുക? ഹെഡ് ഓഫീസാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് സെൽസ് ദ സെയിം ഗുഡ്സ് ഓർ സർവീസ് ആസ് ദ ഹെഡ് ഓഫീസ്. അതായത് ഹെഡ് ഓഫീസ് വിൽക്കുന്ന അതേ ഗുഡ്സും സർവീസും മാത്രമേ ബ്രാഞ്ചും വിൽക്കുകയുള്ളൂ. ക്യാപിറ്റൽ ഇൻ ദ ബ്രാഞ്ച് ഇസ് ഇൻവെസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ നിക്ഷേപങ്ങൾ ക്യാപിറ്റൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അത് ഹെഡ് ഓഫീസാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, എ ബ്രാഞ്ച് ക്യാൻ ബി ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓർ എ ഫോറിൻ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് അത് നമുക്ക് നോക്കാം, വിശദമായിട്ട് നോക്കാം. ബ്രാഞ്ചിൻ്റെ ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഫോറിൻ ബ്രാഞ്ച് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത് മൂന്നും വരുന്നുണ്ടെന്നുള്ളത് നോക്കി വെക്കാം. ദെൻ വാട്ട് ഈസ് എ ബ്രാഞ്ച് അക്കൗണ്ടിങ്? എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്? ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ടിങ് സിസ്റ്റം ഓഫ് എ ബ്രാഞ്ച്. അപ്പോൾ ഇതുപോലെ പല ബ്രാഞ്ചുകളുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ ആ ബ്രാഞ്ചുകളുടെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ദെൻ വാട്ട് ഇസ് ദ നീഡ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്? ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ നീഡും ഒബ്ജക്റ്റീവ്സും ഒക്കെ എന്താണ് എന്നുള്ളതാണ്. സോ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഇസ് ടു അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഇതിൽ ഏതിലൊക്കെയാണ് പ്രോഫിറ്റ് വരുന്നത്, ഏതിലൊക്കെയാണ് ലോസ് വരുന്നത് എന്ന് തിരിച്ചറിയാന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ടു അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അടുത്ത പോയിന്റ്, ടു ഡിറ്റർമൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിൻ്റെയും അസറ്റും ലയബിലിറ്റിയും എത്ര ഉണ്ട് എന്നുള്ളതാണ് നോക്കി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ബ്രാഞ്ചുകളെ നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ടു അസസ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഗ്രസ്സും അതിൻ്റെ പെർഫോമൻസും അസസ് ചെയ്യുക, അത് എന്താണ് നമ്മൾ വിലയിരുത്തുക എന്നുള്ളതാണ്. ടു അസർടെയിൻ ദ സ്റ്റോക്ക് ആൻഡ് ക്യാഷ് റിക്വയർമെൻറ്റ് ഓഫ് ഈച്ച് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിനും ആവശ്യമായ ക്യാഷ് അല്ലെങ്കിൽ സ്റ്റോക്ക് എത്ര വേണം എന്നുള്ളത് അസർടെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടു ഇവാലുവേറ്റ് വെദർ എ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡഡ് ഓർ ക്ലോസ്ഡ്, അതായത് ഒരു ബ്രാഞ്ച് അടയ്ക്കണോ അല്ലെങ്കിൽ തുറക്കണോ എന്നതാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ഈച്ച് ബ്രാഞ്ച് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, അതായത് പിന്നീട് പറയുന്നത് ടു ആക്സസ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ്, ദെൻ ടു അസർടെയിൻ സ്റ്റോക്ക് ആൻഡ് ക്യാഷ് റിക്വയർമെൻറ്റ്, പിന്നെ ടു ഇവാലുവേറ്റ് എ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡഡ് ഓർ ക്ലോസ്ഡ്, ഒരു ബ്രാഞ്ച് അത് എക്സ്പാൻഡ് ചെയ്യണമോ അത് ക്ലോസ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുക. ടു ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ഈച്ച് ബ്രാഞ്ച്, അതായത് ഓരോ ബ്രാഞ്ചും എന്താണ് കൈവശം വെച്ചിരിക്കുന്ന സ്റ്റോക്കിൻ്റെ അളവ് തിട്ടപ്പെടുത്തുക. ടു അസസ് വെദർ ബ്രാഞ്ച് ഇസ് yielding എ സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ഓൺ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്, അതായത് ഒരു ബ്രാഞ്ച് കൃത്യമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് അത് വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുക. ടു കംപ്ലൈ വിത്ത് ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് അണ്ടർ കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഓഡിറ്റ് റിക്വയർമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആയിട്ട് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ബ്രാഞ്ചാണ്. പ്രധാനമായിട്ട് 3 തരം ബ്രാഞ്ചാണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഫോറിൻ ബ്രാഞ്ച്. അതിൽ ഈ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ഇൻലാൻഡ് ബ്രാഞ്ചുകളാണ്, ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകൾ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ 2 ബ്രാഞ്ചും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ, ഇതിപ്പോൾ വിദേശ ബ്രാഞ്ചാണെങ്കിൽ ഇത് ഫോറിൻ ബ്രാഞ്ചാണ്. ഇത് രണ്ടും എന്താണ് ഇൻലാൻഡ് ബ്രാഞ്ചുകളാണ്. അപ്പോൾ ഇൻലാൻഡ് ബ്രാഞ്ചിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വരാം, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് വരാം. ആദ്യം നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് നോക്കാം. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് വെച്ചാൽ എ ബ്രാഞ്ച് ദാറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻസ്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വെക്കാത്ത ബ്രാഞ്ചുകളാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചാണ്. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വെക്കുന്ന ബ്രാഞ്ചുകൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകളാണ്. അപ്പോൾ അക്കൗണ്ട്സ് കൃത്യമായിട്ട് എന്താണ് ഒരു ബ്രാഞ്ച് എല്ലാ ബ്രാഞ്ചും കൃത്യമായിട്ട് അവരവരെ അക്കൗണ്ടുകൾ വെക്കുന്നുണ്ടെങ്കിൽ അത്തരം ബ്രാഞ്ചുകൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകളാണ്. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ അക്കൗണ്ട് കീപ്പ് ചെയ്യില്ല, അത് ഹെഡ് ഓഫീസാണ് എന്ത് ചെയ്യുക കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളത് കണ്ടു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ഹാവ് ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒന്നെന്താണ് ബ്രാഞ്ചസ് മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് നൽകുന്ന ഗുഡ്സാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ 2 തരത്തിലാണ് പ്രൈസ് ഈ പറയുന്ന ബ്രാഞ്ചിലേക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്യുക. അത് ചിലപ്പോൾ എന്താവാം കോസ്റ്റ് പ്രൈസ് ആവാം. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് ഒരു 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ അതാണല്ലോ അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇനി ഹെഡ് ഓഫീസ് വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ 10 രൂപേൻ്റെ കൂടെ ചിലപ്പോൾ 1 രൂപയും കൂടി കൂട്ടി 11 രൂപയ്ക്കായിരിക്കും വിൽക്കുക. 1 രൂപ ഞാൻ മിനിമം പറഞ്ഞതാണ്, എത്ര ശതമാനമാണ് പ്രോഫിറ്റ് ഓരോ സ്ഥാപനം കൂട്ടാന്നറിയില്ല. എന്തായാലും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും പ്രോഫിറ്റ് കൂട്ടും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് വാങ്ങി തോക്കുന്ന ബ്രാഞ്ചിന് വിൽക്കും. ഈ ബ്രാഞ്ചിന് വിൽക്കല്ല ബരാഞ്ചിന് കൊടുക്കും. ആ കൊടുക്കുന്നത് ബ്രാഞ്ചാണ് പിന്നെ അതിലേക്ക് പ്രോഫിറ്റ് ആഡ് ആക്കിയിട്ട് സാധനങ്ങൾ സെല്ല് ചെയ്യാം. അപ്പോൾ ഹെഡ് ഓഫീസ് കൊടുക്കുന്നത് കോസ്റ്റ് പ്രൈസിനായിരിക്കും. ചിലത് ഈ പറഞ്ഞ ഇൻവോയ്സ് പ്രൈസിന് ഹെഡ് ഓഫീസ് തീരുമാനിക്കും ഈ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ എത്ര പ്രോഫിറ്റ് എന്നാണ് വേണമെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്ന നേരത്തെ എന്ത് വന്ന് ഇൻവോയ്സ് പ്രൈസ് വന്ന്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ എന്താണ് ബിൽ പ്രൈസാണ്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ ബില്ലാണ്. ബില്ലിൻ്റെ വില എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കോസ്റ്റിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ പ്രോഫിറ്റ് കൂടി അടങ്ങിയതാണ് ഇൻവോയ്സ് പ്രൈസ്. ചിലപ്പോൾ അങ്ങനെ കൊടുക്കും, ചിലപ്പോൾ എന്താണ് കോസ്റ്റ് പ്രൈസിന് കൊടുക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ക്യാഷ് കളക്റ്റഡ് ഇസ് ഐദർ റെമിറ്റഡ് ഡെയിലി ടു ദ ഹെഡ് ഓഫീസ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ എ ലോക്കൽ ബാങ്ക്. അപ്പോൾ ഡെയിലി കിട്ടുന്ന ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കണക്കാണ് ഇവിടെ പറഞ്ഞത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഡെയിലി കിട്ടുന്ന പൈസ ഡയറക്റ്റായിട്ട് ഒന്നെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് അയക്കും, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് അയക്കുകയാണ് ചെയ്യുക. ഓൾ മേജർ എക്സ്പെൻസസ് ആർ പെയ്ഡ് ഡയറക്ട്ലി ബൈ ദ ഹെഡ് ഓഫീസ്. ഈ ബ്രാഞ്ചിന് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട ചിലവുകളും ഹെഡ് ഓഫീസ് തന്നെയാണ് വീട്ടുക എന്നുള്ളതാണ്. പെറ്റി എക്സ്പെൻസസ് ആർ അലൗഡ് ടു ബി പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ ഫ്രം പെറ്റി ക്യാഷ് ബുക്ക് ബാലൻസ്. അതായത് ചെറിയ പെറ്റി എക്സ്പെൻസുകൾ ആരാണ് ഈ പറയുന്ന ബ്രാഞ്ച് മാനേജറാണ് പേ ചെയ്യുക എന്നുള്ളതാണ്. ബ്രാഞ്ചസ് ഡു നോട്ട് മെയിൻറ്റെയിൻ ദർ ഓൺ ബുക്സ്. ബ്രാഞ്ചുകൾ എന്താണ് ഈ ബുക്കുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. ബട്ട് കീപ് സം മെമ്മറാൻഡം റെക്കോർഡ്സ്. ചില മെമ്മറാൻഡം റെക്കോർഡ്സ് എന്താണ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. സച്ച് ആസ് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, സെയിൽസ് ബുക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചായിട്ട് പറഞ്ഞത്. സോ നോക്കി വെക്കുക.
അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആണ്. അപ്പോൾ പല മെത്തേഡുകളാണ് ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് ഡെപ്റ്റർ സിസ്റ്റം വരുന്നുണ്ട്, ഒന്ന് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം വരുന്നുണ്ട്, ഒന്ന് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഈ ബ്രാഞ്ച് സിസ്റ്റവും ഡെപ്റ്റർ സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റമാണ്. ഫൈനൽ അക്കൗണ്ട് സിസ്റ്റവും ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റവും എന്നാണ് നമുക്ക് ശരിക്കും അതിൻ്റെ കണക്കുകൾ പഠിക്കാനല്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ടു മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 4 പോയിന്റ് നിർബന്ധമായിട്ടും തിയറി ചെയ്താൽ ഈ 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഡെപ്റ്റർ സിസ്റ്റമാണ്. ഡെപ്റ്റർ സിസ്റ്റത്തിൽ കുറഞ്ഞ അക്കൗണ്ടുകൾ ഉണ്ടാവുള്ളൂ. ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സിൽ നിന്നാണ് ഒരുപാട് ഡീറ്റെയിൽഡ് മെത്തേഡാണ്, ഒരുപാട് ലെഡ്ജറുകൾ ഉണ്ടാവും. ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം എന്നാണ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്നാണ് യൂസ്ഡ് ഇൻ ബ്രാഞ്ച് ആക്ട് ആസ് എ ഹോൾസെയിലർ. ഒരു ഹോൾസെയിലറായിട്ട് ബ്രാഞ്ച് ട്രീറ്റ് ചെയ്യുന്ന മാതിരിയാണ് ഹോൾസെയിൽ സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഓരോ മെത്തേഡുകളാണ് ഈ രണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡെപ്റ്റർ സിസ്റ്റം നോക്കാം. അണ്ടർ ഡെപ്റ്റർ സിസ്റ്റം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ദ ഹെഡ് ഓഫീസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഡെപ്റ്റർ സിസ്റ്റത്തിൽ പ്രകാരം ഈ ബ്രാഞ്ചും അതേപോലെ ഹെഡ് ഓഫീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡെപ്റ്ററും ക്രെഡിറ്ററും പോലുള്ള ബന്ധമാണ്. ദ ബ്രാഞ്ച് ട്രീറ്റ്സ് ദ ഹെഡ് ഓഫീസ് ആസ് ക്രെഡിറ്റർ. ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ക്രെഡിറ്ററായിട്ടും ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഡെപ്റ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദിസ് ഇസ് വൈ ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ദെൻ മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഗുഡ്സ് ടു ബ്രാഞ്ച് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആണ്. നമ്മൾ കണ്ടതാണ് ഗുഡ്സ് എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ കൊടുക്കുക. ഒന്ന് കോസ്റ്റ് പ്രൈസിലും ഒന്ന് ഇൻവോയ്സ് പ്രൈസും. കോസ്റ്റ് പ്രൈസ് ആക്ച്വൽ പർച്ചേസ് പ്രൈസാണ്, കോസ്റ്റാണ്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ആണ് ആ കോസ്റ്റിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടി ഉണ്ടാവുന്നതാണ്. നമുക്ക് ആദ്യം കോസ്റ്റ് പ്രൈസ് മെത്തേഡിലുള്ള കണക്കുകളാണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് ആദ്യം തിയറീസ് ഉള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.